നയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള നമ്മളെ ബഹുമാന്യനായ MLA ശ്രീ IC ബാലകൃഷ്ണൻ അവർകളെ ഞാൻ ഈ സന്ദർഭത്തില് അദ്ദേഹത്തെ വളരെയധികം ബഹുമാനത്തോടുകൂടെ സ്മരിക്കുകയാണ്. കാരണം അദ്ദേഹമാണ് ആദ്യമായിട്ട് ലീസ് കർഷകർ ഈ വയനാട് ജില്ലയിൽ ഉണ്ടെന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് കേരള അസംബ്ലിയിൽ ഒരു സബ്മിഷൻ ഉന്നയിച്ചുകൊണ്ട് ആ സബ്മിഷനോട് ശേഷമാണ് കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രി അതിനു വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. നേരത്തെ ഇവിടെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ അകത്തളത്തിൽ ലീസ് കർഷകരുടെ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇരുന്നു കൊണ്ട് ഈ കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് ലീസ് കർഷകർക്ക് അനുവദിച്ചു തന്നിട്ടുള്ള മുഴുവൻ അവകാശങ്ങളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു വെക്കപ്പെടുകയാണ് ചെയ്തത്. നമുക്കറിയാം, നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരനാണ്. ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൃഷിസ്ഥലങ്ങൾ, അവിടെ കൃഷിഭൂമി വന്യമൃഗങ്ങൾ നശിപ്പിച്ചാൽ, അവരുടെ വിളകൾ നശിച്ചാൽ, ജീവഹാനി സംഭവിച്ചാൽ ഒന്നിനും ഒരു നയാ പൈസ പോലും അവർക്ക് നഷ്ടപരിഹാരം കിട്ടാത്ത ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ അവകാശങ്ങളും നേരത്തെ രവി ഇവിടെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് വീണ്ടും പറയുന്നില്ല. രവി ഇവിടെ സൂചിപ്പിച്ചു, ലീസ് കർഷകരുടെ മുഴുവൻ അവകാശങ്ങളും സ്ഥിരീകരിച്ചു തരുന്നതിന് വേണ്ടി നമ്മളുടെ കേരള ഗവൺമെന്റ് തയ്യാറെടുത്തിരിക്കുക. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം, ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ CCF വയനാട് ജില്ല സന്ദർശിക്കാനും നമ്മളുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനും അതുപോലെ തന്നെ ഫോറസ്റ്റ് ലീസ് കർഷകരുടെ ഭൂമിക്ക് കല്ലിട്ട് കൊടുക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നു. ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള സമരത്തിന് ഊണും ഉറക്കവുമില്ലാതെ ലീസ് കർഷകരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ഹൈക്കോടതിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും തിരുവനന്തപുരത്തെ കാണേണ്ട മുഴുവൻ ആളുകളെയും കണ്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ സമരത്തിനുള്ള ഒരു അവസാന തീരുമാനം കേരള ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ വയനാട്ടിലെ MLA-മാരുടെയും നിരന്തരമായിട്ടുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ഇവിടെ നമ്മൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമരമുഖത്ത് തന്നെ ഉണ്ടാവും. അവസാനമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം ഈ വയനാട് ജില്ലയിലെ 1200-ൽ പരം ലീസ് കർഷകരുടെ ഭൂമിക്ക് പട്ടയം കിട്ടുന്നത് വരെ, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, 1200-ൽ പരം കർഷക കുടുംബങ്ങളാണ് ലീസ് ഭൂമിയിൽ താമസിക്കുന്നത്. അവർക്ക് പട്ടയം കിട്ടുന്നത് വരെ അതിന്റെ പിന്നിൽ തന്നെ സമര പരിപാടികളുമായിട്ട് ലീസ് കർഷക സമര സമിതി ഇവിടെ ഉണ്ടാവുമെന്നത് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ വിട്ടുപോയി. ഈ വയനാട് ജില്ലയിൽ 3 സംഘടനകളാണ്. ഒന്ന് MBCF-ഉം കൂടെ, MBCF എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ നേതാക്കന്മാരും ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊപ്പം തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സമരത്തിലുമൊക്കെ തന്നെ ഞങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച MBCF-ന്റെ നേതാക്കന്മാർക്കും ഈ സന്ദർഭത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. ഇതുപോലുള്ള മുഴുവൻ സംഘടനകളെയും ഹിന്ദു ഐക്യവേദി, വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റി, MBCF തുടങ്ങിയിട്ടുള്ള മുഴുവൻ സംഘടനയും പിൻബലമാണ് ഇന്ന് ഈ വിഷയം ഇതുപോലെ എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഇത് വളരെ ആഹ്ലാദപരമായിട്ടുള്ള ഒരു ദിവസമാണ്. ഈ വിഷയം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ യോഗം സംഘടിപ്പിച്ചത്. ഏതായാലും ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലെ ലീസ് കർഷകരുടെ പട്ടയം നേടിയെടുക്കാനുള്ള സമരത്തിനു വേണ്ടി ഞങ്ങൾ സമര ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ, ഈ നാട്ടിലെ രാജ്യസ്നേഹികളായ മുഴുവൻ ആളുകളുടെയും അതുപോലെ തന്നെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും, കാരണം ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ നമ്മളുടെ സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നിറവും ഇതിൻ്റെ പിന്നിലില്ല. ഇതിവിടെ ഗവൺമെന്റിന്റെ നിറം മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ ഭരണക്കാരുടെ നിറം മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ പ്രതിപക്ഷക്കാരുടെ നിറം മാത്രമേ ഇതിനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയവും, ഞങ്ങൾക്കൊക്കെ തന്നെ രാഷ്ട്രീയമുണ്ട്, കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. പക്ഷേ ലീസ് കർഷക സമരസമിതിയുടെ കാര്യത്തിൽ യാതൊരുവിധ രാഷ്ട്രീയ നിറവും ഇതിനില്ല എന്നത് നിങ്ങളോട് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ഈ പാവപ്പെട്ട ജനങ്ങളുടെ 1200-ൽ പരം വരുന്ന ഈ ലീസ് കർഷകരുടെ വിഷയങ്ങളുമായി ഞങ്ങൾ എന്നും അവർക്ക് പട്ടയം കിട്ടുന്നത് വരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
പട്ടയം കിട്ടുന്നത് വരെ സമരമുഖത്ത് ഞങ്ങൾ ഉണ്ടാവും. അതിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാവണമെന്ന് സവിനയം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.